ആദ്യം ചെയ്യാവുന്ന പല കാര്യങ്ങളും മാറ്റിവെച്ച് പിന്നെ നമ്മൾ ചെയ്യാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവി എന്ന് പറയുന്നത്. ആത്മീയ ജീവിതത്തിൽ ഒരു പ്രചോദനം ലഭിക്കുന്നു, വചനം വായിക്കുക, ഒരു ജപമാല ചൊല്ലാം, അല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് ശാന്തമായിട്ടിരിക്കുക. എന്നൊരു പ്രചോദനം കിട്ടിക്കഴിയുമ്പോൾ പിന്നെയാകട്ടെ, അപ്പോഴേക്കും അടുത്തൊരു ചിന്ത വരും, കുറച്ച് കഴിയട്ടെ, ഇതൊന്ന് കഴിയട്ടെ. ഇങ്ങനെ നമ്മൾ മാറ്റിവെച്ച് പലപ്പോഴും നമ്മൾ അത് ചെയ്യാതെയാവും. അങ്ങനെയാകാതിരിക്കുക. ഈ പ്രചോദനം എപ്പോൾ കിട്ടുന്നോ അപ്പോൾ തന്നെ നമ്മളതിലേക്ക് നമ്മൾ തന്നെ ഒരുക്കുക, മനസ്സിനെ ഒരുക്കുക. അതൊരു ആത്മീയമായ വളർച്ചയ്ക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ബാക്കി എന്തും നമ്മൾ ചാടിച്ചെയ്യും. ഒരു സിനിമയ്ക്ക് പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കഴിക്കണം, നമ്മളത് മാറ്റിവെക്കാറില്ല. പുറത്ത് യാത്ര പോകുമ്പോൾ ദാഹിക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മൾ എവിടെയാണ് കടയെന്ന് നമ്മളിങ്ങനെ അന്വേഷിക്കും. കടകൾ എവിടെയെങ്കിലും ഉണ്ടോ, എന്താ എനിക്ക് പറ്റിയത്, നമ്മൾ വെള്ളം കുടിക്കുന്നു, അത് ദാഹം മാറ്റും. ഇതുപോലെ ഒരു ദാഹം മാറ്റൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളത്. ആത്മീയ ജീവിതത്തിൽ ഈ ആത്മാവിൻ്റെ പ്രചോദനം ഇടയ്ക്കിടയ്ക്ക് നമുക്കുണ്ടാകും. ആ സമയത്ത് യേശുവെ നിന്ന് വിളിക്കാൻ, അതുപോലെ ആ ജപമാല ചൊല്ലാനുള്ളതാണെങ്കിൽ ജപമാല ആ സമയത്തൊന്നും ചൊല്ലാം. ആരും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളിലോ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ, വചനം വായിക്കാനുള്ളെങ്കിൽ വചനം വായിക്കാൻ, ഒരു സമയം ദിവികാരാധന പരിഹരിക്കാനാണ്. അങ്ങനെ കിട്ടുന്ന പ്രചോദനങ്ങൾ മാറ്റിവെക്കാതിരിക്കുക. അത് തന്നെയാണ് സുവിശേഷം പറയുന്നത്. നിനക്ക് കിട്ടുന്ന പ്രചോദനങ്ങൾ ഒരിക്കലും നീ മാറ്റിവെക്കരുത്. മാറ്റിവെച്ചാൽ അത് മുടങ്ങിപ്പോവുകയുള്ളൂ. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.